വീട്ടമ്മമാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടെത്താനായിട്ട് സാധിച്ചു. ഈ പഠനത്തിൽ കൂടി ധാരാളം വ്യക്തികൾ ഇപ്പൊ നമ്മളിവിടെ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീ ശാക്തീകരണം. ഇത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുന്ന കൃത്യമായിട്ടുള്ള ഒരു ഇടമാണ് നമ്മളെ ഈ മേഖല എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. കാരണം ഒരു സ്വയം പര്യാപ്തതയിലേക്ക് വരിക, കൂടാതെ ചെറുതും വലുതുമായിട്ടുള്ള വരുമാനം നമുക്ക് നേടാനായിട്ട് സാധിക്കുക, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് ജെനുവിൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾക്ക് ഗൈഡ് ലൈൻ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കാനായിട്ട് പോവുകയാണ്. ഒരുങ്ങി കഴിഞ്ഞും കുറച്ചുകൂടി പോസിറ്റീവ് മാർക്കറ്റിലേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ അതിന്റെ സാക്ഷികളാകാൻ പോവുകയാണ് നാളെ 4 മണിക്ക്. നിങ്ങൾ ഈ കാണുന്ന കാഴ്ച നമ്മളെ സംബന്ധിച്ച് വലിയൊരു പോസിറ്റീവ് മാർക്കറ്റ് തുറന്നു കിട്ടാൻ പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വരാൻ പോകുന്ന ഒരു 25 വർഷം കൃത്യമായിട്ട് കേരളത്തിലും ഇന്ത്യയിലും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് വിദഗ്ധരായ വ്യക്തികൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സുവർണ്ണ കാലഘട്ടമായിരിക്കും, ഒരു ഗോൾഡൻ ഇറയായിരിക്കും. ഡയറക്ട് സെല്ലിംഗ് ഒരു ഗോൾഡൻ ഇറ, ഒരു സുവർണ്ണ കാലഘട്ടം, കുതിച്ചുചാട്ടപ്പെട്ട കാലഘട്ടമായിരിക്കും. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോ വ്യക്തിയും ബിസിനസ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഈ പറയുന്ന പഠനത്തിൽ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയ സമയത്ത് ഏറ്റവും നല്ലൊരു അവസരത്തിലാണ് നമ്മൾ ഈ ബിസിനസ് വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ പല സ്വപ്നങ്ങളും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ബിസിനസ് ആണ് ബോധ്യപ്പെട്ടു. ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ഒക്കെ വരാൻ പോവുകയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ബിസിനസ്സിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന കമ്പനി ഒരു പ്രധാന ഘടകമാണ്. നമ്മളൊരു ജെനുവിൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലാണോ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പരിശോധിക്കണം. ഒന്ന് കൈയടിച്ചേ, ഒന്ന് അടിച്ചു തന്നെ, എന്നിട്ട് കൈയടിച്ച് അപ്പം തന്നെ ഇരുന്നോ, സമയം കുറവുള്ളത് കൊണ്ടാട്ടോ. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ കാര്യത്തിലും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ചില വ്യക്തികൾ പറയാറുണ്ട്, സാറെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചൊക്കെ വലിയ ബോധ്യം ഉണ്ടായിരുന്നു, ഞാനൊരു കമ്പനി ചെന്ന് അസോസിയേറ്റ് ചെയ്തു. സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ടീമിൽ ഒരു 10-200 വ്യക്തികളൊക്കെ ഞാൻ ഡെവലപ്പ് ചെയ്തൊരു ടീമായി പിറ്റേ ദിവസം ഒരു ദിവസം നേരം എടുത്ത് നോക്കിയപ്പോൾ ആ കമ്പനി കാണാനില്ല. ഈ നാട്ടിൽ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അതിശോക്തിയായിട്ട് പറയുന്ന കാര്യമില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന വലിയ സാധ്യതയുള്ള ബിസിനസ്സാണ്. നമ്മുടെ സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ജെനുവിൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലാണോ നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, അതൊരു പ്രധാന ഘടകമാണ്. ഞാനും ഈ പറയുന്ന സക്സസ് ആയ വ്യക്തികളൊക്കെ ഇന്ന് ഈ പറയുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പ്രധാനപ്പെട്ട കാര്യം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന മേഖലയിൽ വന്നു. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള നമ്മൾ റൈറ്റ് സ്ഥലത്താണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ സൂചിപ്പിച്ചു, 11 വർഷം പൂർത്തീകരിച്ച് 12ാം വർഷത്തിലാണ് നമ്മുടെ കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. 2013 ഓഗസ്റ്റ് 14 സ്റ്റാർട്ട് ചെയ്തു. 2024 ഓഗസ്റ്റ് 14 സമയത്ത് 11 വർഷം പൂർത്തീകരിച്ച് 12ാം വർഷത്തിൽ പ്രവർത്തിക്കുന്നു. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കമ്പനിയുടെ വളർച്ച പരിശോധിക്കുന്ന സമയത്ത്, ഇന്ന് കമ്പനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് 10 പ്രോഡക്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്റ്റാർട്ടിങ്. അതായത് ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് എലമെന്റ്സ് എന്നുള്ള ബ്രാൻഡേ ഉണ്ടായിരുന്നില്ല. അത് 2015 അവസാനമാണ് വരുന്നത്. അന്ന് ഓണാനോ എന്ന് പറയുന്ന നമ്മുടെ ഇന്നത്തെ ഏറ്റവും നമ്മുടെ പ്രീമിയം പ്രോഡക്റ്റായ 95 ഹെൽത്ത് ഡ്രിങ്ക്, ചില സോപ്പുകളുണ്ട്, ഹെർബൽ ടൂത്ത് പേസ്റ്റ് ഉണ്ട്, ഇങ്ങനെ 10 പ്രോഡക്റ്റുകൾ. ആ 10 പ്രോഡക്റ്റിൽ നിന്ന് ഇന്ന് പരിശോധിക്കുന്ന സമയത്ത് എത്ര പ്രോഡക്റ്റ് ആയിട്ട് മാറി? 100-ൽ കൂടുതലായിട്ട് പ്രോഡക്റ്റ് മാറി. ഇന്ന് വലിയ രീതിയിൽ വർദ്ധിച്ചു വരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, PUCകളും പിക്കപ്പ് സെന്ററുകളും ഓഫീസുകളുമായിട്ട് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് 10 ഓഫീസും PUCകളൊക്കെ ആയിട്ട് ഓൾ ഓവർ ഇന്ത്യയിൽ 10 ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് PUCകളും പിക്കപ്പ് സെന്ററുകളും സ്റ്റോറുകളും ഓഫീസുമായിട്ട് ഇന്ന് ഓൾ ഓവർ ഇന്ത്യയിൽ പരിശോധിക്കുന്ന സമയത്ത് 1000-ത്തിനടുത്ത് സംവിധാനം നമുക്ക് നിലവിലുണ്ട്. വലിയ വളർച്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ന് ജീവിതത്തിലെ വലിയ വലിയ സ്വപ്നങ്ങൾ കംപ്ലീറ്റ് ചെയ്ത ഇന്ന് 10,000 കണക്കിന് വ്യക്തികൾ ഓൾ ഓവർ ഇന്ത്യയിൽ ഈ ബിസിനസ്സിൽ ചുരുങ്ങിയ സമയം കൊണ്ടായി കഴിഞ്ഞു. ഒന്ന്, ഇന്ന് ലക്ഷക്കണക്കിന് സംതൃപ്തരായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് ഇന്ത്യയിലും കേരളത്തിലും പരിശോധിക്കുന്ന സമയത്ത്. നമ്മുടെ ഉൽപ്പന്നങ്ങൾ വീണ്ടും 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 വാങ്ങിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് സംതൃപ്തരായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്. എല്ലാ സ്റ്റേറ്റുകളിലും നമ്മുടെ ബിസിനസ് ഉണ്ട്. മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് എന്ന് പറഞ്ഞ കമ്പനി ഇന്ന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത കമ്പനിയാണ്. ഏറ്റവും ഷോർട്ട് പീരീഡ് കൊണ്ട് ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സ് ഉണ്ടാക്കാൻ സാധിച്ച കമ്പനിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം,
റൈറ്റ് കമ്പനിയിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. 605 ആഴ്ച, 606 ആഴ്ച കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. ഇന്ന് 603 ആഴ്ചയുടെ ഇൻകം കൊടുത്ത കമ്പനിയാണ്. ഇൻകം ക്രെഡിറ്റ് ആയി വരും. ബാക്ക് 603 ആഴ്ചയുടെ ഇൻകം ഇന്ന് ക്രെഡിറ്റ് ആയി. 600 ആഴ്ച എന്ന് പറയുന്ന സമയത്ത് മന്ത്ലി ആയിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ എത്ര മന്തായി? മന്ത്ലിയാണ് മറ്റുള്ള മേഖലയിലേക്ക് വരുമാനം കിട്ടുന്നത്. 600 മാസമായി. ശരിയല്ലേ? 600 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായി? 600 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 50 വർഷമായി. നമ്മളങ്ങനെ മാസത്തിൽ നോക്കുകയാണെങ്കിൽ 50 വർഷം വരുമാനം കൊടുത്തൊരു കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ വളർന്നു കഴിഞ്ഞു. ഇന്ന് പറയാൻ തെളിയിക്കപ്പെടാവുന്ന രീതിയിൽ ഇന്ത്യയിൽ ഒരു പരാതിയോ ഒന്നും നിലവിലില്ല. ക്ലിയറായ? തെളിയിക്കപ്പെടാവുന്ന രീതിയിൽ. ഞാൻ പറഞ്ഞ വായുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് പറയാലോ. അല്ലാണ്ട് തെളിയിക്കപ്പെടാവുന്ന രീതിയിൽ ഒരു പരാതിയോ ഒന്നുമില്ല. കൃത്യമായിട്ട് ഇന്ന് വരെ കമ്പനിയെ സംബന്ധിച്ച് ഒരു ഇൻകം കൊടുക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോഡക്റ്റ് ഒന്നുമില്ല. ഏറ്റവും കൃത്യമായിട്ട് ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഇതുവരെയുള്ള കാര്യമല്ല, ഇനി വരാൻ പോകുന്ന കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻ. ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് വരുന്നത്. സാറേ നല്ല ക്ഷീണമുണ്ടല്ലോ, ഇത് പറ്റി? നല്ല ഉറക്കത്തിലാണ്. 2 മാസം മുൻപ് കമ്പനിയുടെ ഒരു കോർ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ചെന്നൈയിൽ വെച്ചായിരുന്നു കോർ കമ്മിറ്റി മീറ്റിംഗ് നടന്നത്. ഇപ്പൊ നമ്മുടെ ITC മീറ്റിംഗ് ഒക്കെ വിളിക്കുന്ന സമയത്ത് ഏകദേശം 400ഓളം വ്യക്തികളുണ്ട്. ഈ 400 വ്യക്തികൾ എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു മുഖാമുഖം സംസാരിക്കാനുള്ള അവസരമില്ല. കോർ കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരു 20 പേരിൽ താഴെ. അപ്പൊ മുഖാമുഖം മാനേജ്മെന്റ് ആയിട്ടൊക്കെ സംസാരിക്കാനുള്ള അവസരം കിട്ടുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കോൺഫിഡൻസ് വരുന്ന ആത്മവിശ്വാസം മുന്നോട്ടുള്ള പ്രവർത്തനം. അവര് ഇപ്പോൾ തന്നെ 2030 വരെയുള്ള പ്ലാൻ പദ്ധതി ഓൾറെഡി തയ്യാറാക്കി കഴിഞ്ഞു. അതായത് ലോകത്തിലെ നമ്പർ 1 കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ നമ്പർ 1 കോർപ്പറേറ്റ് കമ്പനികളെക്കാൾ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2030 കഴിയുന്ന സമയത്ത് 5-6 വർഷത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റുകൾ നിലവിലുള്ളത് ഇരട്ടിയാക്കി മാറ്റുക. അതാണ് അവരുടെ പ്ലാൻ. ഓരോ ഘട്ടം ഘട്ടമായിട്ട് പ്രോഡക്റ്റുകൾ ഇറക്കി ഇരട്ടിയാക്കുക. അത് ഡെയിലി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ, അതോടൊപ്പം തന്നെ വെൽനസ് പ്രോഡക്റ്റുകൾക്കും പ്ലാൻ ഉണ്ട്. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ്, 1 മാസം മുമ്പ് ഒരു 4 പുതിയ പ്രോഡക്റ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. നിങ്ങളൊക്കെ വാങ്ങിച്ചു കാണും. വാങ്ങിച്ചോ? 4 പ്രോഡക്റ്റ് വന്നില്ലേ? അതുപോലെ ഘട്ടം ഘട്ടമായിട്ട് പ്രോഡക്റ്റ് വർദ്ധിപ്പിച്ച് ഇരട്ടിയാക്കുക. രണ്ടാമത്തെ ഏറ്റവും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടർ 30 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ ആവശ്യമായ PUCകളോ പിക്കപ്പ് സെന്ററുകളോ സ്റ്റോറുകളോ ഉണ്ടാകുക ഓൾ ഓവർ ഇന്ത്യ. ഇപ്പൊ 1000-അടുത്തുണ്ട്. കേരളത്തിൽ ഒരു പരിധി വരെ ഈ പറയുന്ന സംവിധാനം 45 മിനിറ്റ് ഒക്കെ യാത്ര ചെയ്താൽ മേടിക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പൊ എറണാകുളം ജില്ലയിൽ 4 സ്റ്റോർ ഉണ്ട്. ഒരു പരിധി വരെ നമുക്ക് സാധിക്കും. പക്ഷെ ഓൾ ഓവർ ഇന്ത്യയിൽ അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് കമ്പനി പ്ലാൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ KYCകൾ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ആധുനിക സംവിധാനത്തിൽ കൂടി സർവീസുകൾ മെച്ചപ്പെടുത്തുക. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ കമ്പനി ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഓരോ വ്യക്തികളും അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനി എന്ന് പറയുന്നത് റൈറ്റ് കമ്പനിയിലാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിരുന്നത്. ഡയറക്ട് സെല്ലിന്റെ സുവർണ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തികളാണ് നമ്മൾ ഓരോ വ്യക്തികളും. ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഇറങ്ങുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ 50% പ്രോഡക്റ്റുകളും വെൽനസ് പ്രോഡക്റ്റുകളാണ്, അല്ലെ? ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെന്റുകളാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ഏറ്റവും 50% പ്രോഡക്റ്റുകൾ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെന്റുകളുടെ ഒരു സുവർണ കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെന്റുകളുടെ ഏറ്റവും നല്ല ഒരു കുതിച്ചുചാട്ടത്തിന്റെ കാലഘട്ടമാണ്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2020 മുമ്പ് ഉള്ള ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെന്റുകൾ വെൽനസ് പ്രോഡക്റ്റുകളുടെ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ടേൺ ഓവറിനേക്കാൾ 2024 കാലഘട്ടത്തിലുള്ള ടേൺ ഓവർ പരിശോധിക്കുന്ന സമയത്ത് അതിന്റെ 10 ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. 10 ഇരട്ടി, ഇരട്ടിയല്ല, 10 ഇരട്ടിയാണ് ടേൺ ഓവർ വർദ്ധിച്ചിരിക്കുന്നത് കണക്കുകൾ പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നുമല്ല, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 1/4 നൂറ്റാണ്ട് മുൻപേ, 25 വർഷങ്ങൾക്ക് മുൻപേ അല്ലെങ്കിൽ 2020 മുൻപൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ഈ വെൽനസ് പ്രോഡക്റ്റുകളും ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെന്റുകളും ഉപയോഗിക്കുന്ന ഒരു വലിയ ജനത, ഒരു വലിയ സമൂഹം നമ്മുടെ ലോകത്തിലുണ്ടായിരുന്നു. പക്ഷെ ഒരു പരിധി വരെ ഇന്ത്യയിൽ അത് ഉണ്ടായിരുന്നില്ല എന്നത് സത്യമാണ്. വികസിത രാജ്യങ്ങളിൽ, അതായത് അമേരിക്കൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ 10-25 വർഷം മുമ്പേ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വലിയ ജനത, വലിയ സമൂഹം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒരു പരിധി വരെ അത് കുറവായിരുന്നു. പക്ഷെ അതിനൊരു വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു കാലഘട്ടമാണ് കോവിഡ് കാലഘട്ടം. ലോകത്തൊട്ടാകെ മാറ്റം ഉണ്ടാക്കിയ പോലെ
നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിലും നമ്മുടെ ഗ്രാമങ്ങളിലും എല്ലാം തന്നെ മാറ്റം ഉണ്ടാക്കി. അതായത് ഒരു തിരിച്ചറിവ് കിട്ടിയ കാലഘട്ടത്തിൽ വിവിധ രോഗങ്ങളിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്നത് രോഗപ്രതിരോധ ശക്തിയാണെന്നൊരു ബോധ്യവും ഒരു തിരിച്ചറിവും കിട്ടിയ കാലഘട്ടമാണ്. അത് കിട്ടാനുണ്ടായ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം, വിവിധ ആയുർവേദ ആചാര്യന്മാരുടെ ക്ലാസ്സുകൾ, അല്ലെങ്കിൽ ഗവൺമെന്റ് സിമ്പോസിയങ്ങൾ, ആയുഷ് ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ പ്രചരണങ്ങൾ, ഗവൺമെന്റിനെ സംബന്ധിച്ച് ഭരണാധികാരികളുടെ വിവിധ റിപ്പോർട്ടുകൾ, ഇതെല്ലാം തന്നെ ആ കാലഘട്ടത്തിൽ വന്ന സമയത്ത് ഒരു കാര്യം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിവിധ രോഗങ്ങളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നത് രോഗപ്രതിരോധ ശക്തിയാണെന്നുള്ളൊരു ബോധ്യം ഉണ്ടായ ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ലോകത്തിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആ കാലഘട്ടത്തിൽ 2020, 21, 22 കാലഘട്ടത്തിൽ സെർച്ച് ചെയ്തിരുന്നത് എങ്ങനെ ഒരു മനുഷ്യന് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാം, അതിനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്. ഏറ്റവും കൂടുതൽ കണക്കുകൾ പറഞ്ഞിരുന്നത് എന്താണെന്ന് പറയും, രോഗപ്രതിരോധ ശക്തി കൂട്ടാനുള്ള മാർഗങ്ങൾ. അത് ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, യോഗ, ചുക്കുകാപ്പി വരെ വരും. അന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞിരുന്നത്. അന്നുണ്ടായ ഒരു അറിവും തിരിച്ചറിവും ബോധ്യവും അതിനുശേഷം ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളുടെ ഒരു വലിയ സമൂഹം ഈ പറയുന്ന കേരളത്തിലും നമ്മുടെ ഗ്രാമങ്ങളിലും ഇന്ത്യയിലൊക്കെ കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് വെൽനസ് പ്രോഡക്റ്റുകൾ അതിനുശേഷം വലിയ ആവശ്യക്കാരും ഉപഭോക്താക്കളും ഇവിടെ ഇന്ത്യയിൽ കൂടിയിരിക്കുകയാണ്. അതായത് മുൻകാലഘട്ടങ്ങളിലൊക്കെ ഒരു പരിധിവരെ വെൽത്തിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. അതായത് പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന കാര്യത്തിലാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു മുദ്രാവാക്യമാണ് ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. അതായത് വെൽത്ത്, ഹെൽത്ത്, ഹാപ്പിനെസ് അല്ല, ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എത്ര സമ്പത്തുണ്ടായാലും ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ആ സമ്പത്ത് ഉപയോഗിക്കാനും ആ സമ്പത്ത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായ ഒരു കാലഘട്ടമായതുകൊണ്ട് നമ്മുടെ വെൽനസ് പ്രോഡക്റ്റുകളിൽ ന്യൂട്രീഷൻ ഫുഡ് സപ്ലിമെന്റുകളുടെ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് 2019 ഉണ്ടായിരുന്നതിനേക്കാൾ 10 ഇരട്ടിയുടെ വർധനവുണ്ടായത്. അത് നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റുകളല്ല, ഡയറക്ട് സെല്ലിംഗ് കമ്പനികളല്ലാത്ത മാർക്കറ്റിംഗ് കമ്പനികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്,